അല്ല, രാഷ്ട്രീയക്കാർ മോശമാണെന്നാണല്ലോ കഥ. ജനങ്ങളാണ് മോശം. രാഷ്ട്രീയ പാർട്ടികളെ ഉപയോഗിക്കാൻ പഠിച്ച ജനങ്ങളാണ് ഇന്നുള്ളത്. ഇത് നിങ്ങൾ അറിയേണ്ടതുണ്ട്. അല്ലാതെ നിങ്ങൾ അഴിമതി ഇല്ലാതിരുന്നാൽ നിങ്ങളെ അഴിമതിക്കാരനാക്കും. നിങ്ങൾ അഴിമതി ഇല്ലാത്തൊരു ഉദ്യോഗസ്ഥനായിട്ടൊന്ന് ഇരുന്ന് നോക്ക്. നിങ്ങളെ 100 തവണ ട്രാൻസ്ഫർ ചെയ്യിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ പൈസ കൂത്തി കയറ്റി വയ്ക്കും. ഇത് മുഴുവൻ ചെയ്യുന്ന അത്ര എന്താണ് നമുക്ക് അറപ്പ് തോന്നുന്ന ജനതയാണുള്ളത് ഇപ്പൊ. നിങ്ങൾ ഒരുത്തിനും തോന്നത്തില്ല. ഇപ്പം സിനിമാ തിയേറ്ററിനകത്ത് പരിചയമുള്ള ഒരാളിരുന്നാല് വിളിച്ചു പറഞ്ഞിട്ട് രണ്ട് ടിക്കറ്റ് അവിടെ വെച്ചേക്കാൻ പറയും. അത് അഴിമതിയാണെന്ന് വിചാരമേ ഇല്ല. ക്യൂ നിൽക്കുന്നവന്റെ മുന്നിലാണെങ്കിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയക്കാർ വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് തെറ്റ്. ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ സൗഹൃദമാണ്. എനിക്ക് പരിചയമുണ്ട് ഡോക്ടറെ, ഞാൻ ഇപ്പോൾ പറയാമെന്ന് പറയും. എനിക്ക് പരിചയമുണ്ട് അവിടെ ഒരാളെ. ഇതാണ് മുഴുവൻ എല്ലാവരോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഈ സിസ്റ്റം മാറ്റിയേ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ പരിചയമുള്ളവർ മുഴുവനും കാര്യം സാധിക്കുന്നവർ മാത്രമാണ്. നിങ്ങൾ നിയമവിരുദ്ധമായി ചെയ്യുന്നവനെയാണ് നേതാവെന്ന് വിചാരിക്കുന്നത്. കള്ളന്മാരല്ലാത്തവര് രാഷ്ട്രീയക്കാർ കള്ളന്മാരാകുന്നതുകൊണ്ടല്ല, കള്ളന്മാരായിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃത്തികളെ ഭരിക്കാനായിട്ട് പോകുന്നവനെല്ലാം അവരുടെ കൂടെ ചേരാനേ പറ്റുള്ളൂ. സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം അറിയാത്ത 4-5 ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പോലീസ് സ്റ്റേഷൻ അറിഞ്ഞിട്ടില്ല, കോടതി അറിഞ്ഞിട്ടില്ല, പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് അറിഞ്ഞിട്ടില്ല, കളക്ടറേറ്റ് അറിഞ്ഞിട്ടില്ല, സെക്രട്ടേറിയറ്റ് അറിഞ്ഞിട്ടില്ല. ഇവരാരും അറിഞ്ഞിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം. ഈ ഉദ്യോഗസ്ഥന്മാരെയാണ് അഴിക്കേണ്ടത്. ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ രാജാവിന്റെ ശരീരമാണത്, തല പോയ ശരീരങ്ങളാണ്. അടുത്തതെന്ന് പറയുന്നത് രാജാവിന്റെ ആശയ സാധനങ്ങളാണ് ഈ അമ്പലവും പള്ളിയല്ല. മനുഷ്യരുടെ മനസ്സ് നിയന്ത്രിക്കുന്നതിന് ഉണ്ടാക്കിയതാണ്. അവിടെ കാണിക്ക ഇടുന്ന പൈസ മുഴുവൻ ഈ മത നേതാക്കളുടെ കയ്യിൽ പോയി. അവന്മാരെല്ലാം പണക്കാരായി. ഇത് 2 എണ്ണമാണ് നമ്മൾ ചെയ്തെടുത്തത്. ഉദ്യോഗസ്ഥന്മാരും മത നേതാക്കളും പണക്കാരായി മാറുക എന്ന് പറയുന്ന സിസ്റ്റമാണ് ഉണ്ടാക്കിയത്. അതിന് മേളിൽ രാഷ്ട്രീയക്കാർ ഇവരുടെ കൂടെ ചേർന്ന് കള്ളന്മാരായി തീർന്നു. കള്ളന്മാരെ എന്ന് പറഞ്ഞാൽ ഈ മത നേതാക്കളുടെ കയ്യിലാണ് വോട്ട് മുഴുവൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ആൾക്കാരെ നിർത്താതെ ഇലക്ഷൻ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരും ഓരോ വോട്ടിന് ജയിക്കണമല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ ആ പണിയിലേ ആയി. അല്ലാതെ രാഷ്ട്രീയക്കാര് ചീത്തയാകുകയല്ല ചെയ്തത്. രാഷ്ട്രീയക്കാരെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട്.